പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഹൈദരാബാദില് വെച്ച് നടത്തിയ ആ ഉപദേശങ്ങള് വെറുമൊരു ചെലവു ചുരുക്കല് പ്രസംഗമായി കണ്ട് തള്ളിക്കളയാന് വരട്ടെ. നിങ്ങള് ഒരു യൂറോപ്പ് യാത്ര പ്ലാന് ചെയ്യുന്നുണ്ടോ? അതോ വിവാഹത്തിന് സ്വർണം വാങ്ങാന് പണവുമായി ജ്വല്ലറിയിലേക്കിറങ്ങുകയാണോ? എങ്കില് ഒന്ന് നിൽക്കുക. നിങ്ങളുടെ ഓരോ ചെറിയ നീക്കവും ഇന്ത്യന് സമ്പദ്വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയാകുമെന്ന സത്യമാണ് മോദി ചൂണ്ടിക്കാട്ടിയത്. സംഗതി ലളിതമാണ്. കറന്റ് അക്കൗണ്ട് കമ്മി KD എന്ന ഭൂതം ഇന്ത്യയെ വിഴുങ്ങാതിരിക്കാനുള്ള ഒരു മുൻകൂര് നിർദ്ദേശമാണ് പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടായത്. പശ്ചിമേഷ്യയില് യുദ്ധം കനത്തതോടെ അന്താരാഷ്ട്ര വിപണിയില് അസംസ്കൃത എണ്ണവില ബാരലിന് $105 മുകളിലെത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ എണ്ണ ആവശ്യത്തിന്റെ 85% ഇറക്കുമതിയാണ് ആശ്രയിക്കുന്നത്. അതായത് ഓരോ തവണ എണ്ണവില കൂടുമ്പോഴും ഇന്ത്യയുടെ കൈവശമുള്ള ഡോളർ ശേഖരം വിദേശത്തേക്കൊഴുകും. ഹോർമുസ് കടലിടുക്കില് ഇറാന് കളി തുടങ്ങിയാല് എണ്ണവരവ് നിലയ്ക്കും, വില ആകാശമുയരും. തിങ്കളാഴ്ച മാത്രം സെൻസെക്സ് 1000 പോയിന്റ് ഇടിഞ്ഞത് ഈ ഭീതിയിലാണ്. പെട്രോൾ അടിക്കുമ്പോള് നിങ്ങള് നൽകുന്ന ഓരോ രൂപയും ഒടുവില് ചെന്നെത്തുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്ന വലിയൊരു വിടവിലേക്കാണ്. 3 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. എണ്ണ കഴിഞ്ഞാല് ഇന്ത്യയുടെ ഡോളര് ചോർത്തുന്ന രണ്ടാമത്തെ വില്ലന് സ്വർണമാണ്. 2026 സാമ്പത്തിക വർഷത്തില് മാത്രം ഇന്ത്യ $69 ബില്യൺ സ്വർണമാണ് ഇറക്കുമതി ചെയ്തത്. ലോകത്ത് സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളില് മുമ്പനാണ് ഇന്ത്യ. എണ്ണവില ഉയർന്നു നിൽക്കുമ്പോള് സ്വർണം കൂടി വാങ്ങിക്കൂട്ടിയാല് രൂപയുടെ മൂല്യം പാതാളത്തിലേക്ക് പോകും. വിദേശനാണ്യ ശേഖരത്തെയും ബാധിക്കും. അതുകൊണ്ടാണ് അടുത്ത ഒരു വർഷത്തേക്ക് അത്യാവശ്യമില്ലാത്ത സ്വർണ വാങ്ങലുകള് മാറ്റിവെക്കാന് മോദി ആവശ്യപ്പെട്ടത്. മോദിയുടെ ആഹ്വാനത്തില് ജ്വല്ലറികളുടെ ഓഹരികളും വന് തകർച്ചയാണ് നേരിട്ടത്. തായ്ലൻഡ് യാത്രയോ യൂറോപ്പിലെ അവധിക്കാലമോ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമായി തോന്നാം. എന്നാൽ അവിടെയും ഡോളറാണ് പുറത്തേക്ക് പോകുന്നത്. വിദേശത്തെ ഡെസ്റ്റിനേഷന് വിവാഹങ്ങള് ഒഴിവാക്കി പണം നാട്ടില് ചെലവാക്കാന് മോദി പറയുന്നത് അതുകൊണ്ടാണ്. ഒപ്പം ഓഫീസില് പോകാതെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാന് പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കോടിക്കണക്കിന് ലിറ്റർ ഇന്ധനം ലാഭിക്കാമെന്നും സർക്കാർ കണക്കുകൂട്ടുന്നു. പൊതുഗതാഗതം ഉപയോഗിക്കുന്നതും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുന്നതും വെറുമൊരു ഫാഷനല്ല, മറിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക യുദ്ധത്തിലെ പ്രതിരോധമാണ്. എണ്ണവില കൂടിയാല് ട്രാൻസ്പോർട്ടേഷന് ചെലവ് കൂടും. അതോടെ പച്ചക്കറി മുതൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വരെ വില കൂടും. ഇത് സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് തകർക്കും. കറന്റ് അക്കൗണ്ട് കമ്മി നിയന്ത്രിച്ചില്ലെങ്കില് രൂപ ദുർബലമാവുകയും പണപ്പെരുപ്പം നിയന്ത്രണാതീതമാവുകയും ചെയ്യും. ഈ ദുരന്തം ഒഴിവാക്കാനാണ് മോദി നേരിട്ട് രംഗത്തിറങ്ങി ജനങ്ങളോട് ബെൽറ്റ് മുറുക്കാന് ആവശ്യപ്പെടുന്നത്. ചുരുക്കത്തില് അലാംപ്ടി മോദിയുടെ നിർദ്ദേശങ്ങള് പാലിച്ചില്ലെങ്കില് വരാനിരിക്കുന്നത് വലിയൊരു സാമ്പത്തിക ആഘാതമായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് സാമ്പത്തിക വിദഗ്ധരും നൽകുന്നത്. വിദേശയാത്രകളും സ്വർണ്ണാഭരണങ്ങളും തൽക്കാലം മാറ്റിവെച്ച് രാജ്യത്തിനുവേണ്ടി സാമ്പത്തിക സൈനികരാകാന് ഭാരതീയർ തയ്യാറാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ക്രൂഡ് ഓയിൽ വിലയിലെ കുതിച്ചുചാട്ടത്തിനു മുമ്പുതന്നെ ഇന്ത്യയുടെ കറന്റ് അക്കൗണ്ട് കമ്മിയും ഉയർന്നിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം 2026 സാമ്പത്തിക വർഷത്തിലെ ഒക്ടോബർ-ഡിസംബർ പാദത്തിലെ കറന്റ് അക്കൗണ്ട് കമ്മി $12.2 ബില്യൺ. മുൻപാദത്തിൽ അത് $11.5 ബില്യൺ ആയിരുന്നു. ക്രൂഡ് ഓയിൽ വില ഉയർന്നുതന്നെ നിന്നാൽ ഇന്ത്യയുടെ ഇറക്കുമതി ബിൽ ഗണ്യമായി കൂടുന്നതിനും ഇത് രൂപയുടെ മൂല്യത്തിനും പണപ്പെരുപ്പത്തിനും കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും. ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിൽ തുടർന്നാൽ ഇന്ത്യയുടെ മാക്രോ ഇക്കണോമിക് സ്ഥിരതയ്ക്കും വലിയ വെല്ലുവിളി നേരിടേണ്ടിവരുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ടാണ് ഓഹരി വിപണിയിലെ വിൽപ്പന സമ്മർദ്ദം വ്യോമയാനം, ഓട്ടോമൊബൈൽ ഉപഭോഗവുമായി ബന്ധപ്പെട്ട ഓഹരികളെയും ബാധിച്ചത്. അത്യാവശ്യമല്ലാത്ത ഡോളർ ഒഴുക്ക് കുറക്കാൻ ഒരു വർഷത്തേക്ക് അനാവശ്യ വിദേശയാത്രകൾ ഒഴിവാക്കണമെന്ന് പ്രധാനമന്ത്രി ഇന്ത്യക്കാരോട് അഭ്യർത്ഥിച്ചിരുന്നു. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ കൂടുതൽ വഷളായാൽ ഉയർന്ന ക്രൂഡ് ഓയിൽ വില തുടരും. അതുകൊണ്ടുതന്നെ അതിനുള്ള ഒരു മുന്നൊരുക്കമാണ് സർക്കാരിന്റെ ഈ നിർദ്ദേശങ്ങളും.